ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നതാണ് നമ്മളെ FF ഡ്രോപ്പേ വരുന്നില്ല. ഓക്കെ, 30 രൂപേൻ്റെ ആയിക്കോട്ടെ 9 രൂപേൻ്റെ ആയിക്കോട്ടെ എത്രേൻ്റെ ആണെങ്കിലും ഡ്രോപ്പേ വരുന്നില്ല, ഒരു മെയിൻ ആ ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വീഡിയോയുടെ കാണിക്കാൻ വന്നതിൻ്റെ പ്രൂഫാട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഡ്രോപ്പ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രിക്ക് വീഡിയോ ആണ്. വീഡിയോസ് ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുക, ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നോക്കുക, 2 ദിവസം നിങ്ങളെ FF അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഡ്രോപ്പ് വരേണ്ടത് ആ അക്കൗണ്ട് നിങ്ങൾ 2 ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് പോലും നോക്കാതിരിക്കുക 2 ദിവസം കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ടിലോ അല്ല വേറെ ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾ പ്ലേ ചെയ്താൽ മതി. അപ്പോൾ 2 ദിവസം നിങ്ങൾ ഓപ്പണേ ചെയ്യാതിരിക്കുക, 2 ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ദിവസം ഓക്കെ, അപ്പോൾ 2 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യാതിരുന്ന് പിറ്റേ ദിവസം നമ്മൾ 3-ാമത്തെ ദിവസം ഉണ്ടല്ലോ, ആ 3-ാമത്തെ ദിവസം നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യും, നമ്മൾ മെയിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങളൊരു CS പ്ലേ ചെയ്യുക. ഓക്കെ, CS റാങ്ക് പ്ലേ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഓക്കെ, CS റാങ്ക് പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ റാൻഡം ആയിട്ട് പ്ലേ ചെയ്യാൻ നല്ല കേട്ടോ. ടീമിൻ്റെ കൂടെ പ്ലേ ചെയ്യുന്നതിൻ്റെ കാര്യം നല്ല റാൻഡം ആക്കാരം തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിക്കൊണ്ട് നിങ്ങൾ ഈ ടോപ്പ് കില്ലർ ആവാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പ് കില്ലർ അറിയുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ചിലപ്പോൾ നമ്മളെക്കാട്ട് വലിയ പ്രോ പ്ലേയേഴ്സൊക്കെ നമ്മുടെ ടീമിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതിൽ MVP അടിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് പ്ലേ ചെയ്ത്. പക്ഷേ എന്നെക്കാട്ടും വലിയ പ്ലെയർ ഉണ്ട് എന്ന് എന്തായാലും ഈ മാച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മനസ്സിലായിട്ടോ. ചില ടൈമിൽ നമുക്ക് ഒരു റൗണ്ടിൽ തന്നെ 3-4 കില്ല് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ടീംമേറ്റിന് അങ്ങനെ ലക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. ഒരു റൗണ്ടിൽ തന്നെ 4 കിലോ കിട്ടി നമ്മളെ MVP അവൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും MVP അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവത്തിന് ബുയി അടിക്കണമെന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും. ബുയി അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബുയി അടിക്കണം ഒന്നുകൂടി നമുക്ക് നല്ലതായിട്ടുണ്ടാവാം. ബുയി അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ടോപ്പ് കില്ലർ ആവാൻ നോക്കുക MVP. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 5 കില്ല് ഇട്ട് 5 കില്ല്. ഓക്കെ, എങ്ങനെയാലും വേണ്ടില്ല ഒരു 5 കില്ല്, കുമ്മിയാലും വേണ്ടില്ല, എങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല 5 കില്ല് നിങ്ങൾ ആ ഫസ്റ്റ് മാച്ചിൽ തന്നെ 5 കില്ല് അടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ MVP അടിക്കാൻ പറ്റിയ MVP അടിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ആ മാച്ച് നമ്മൾ ബാക്ക് അടിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഡ്രോപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ, കൺഫേം ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രൂഫാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നമ്മളെ മാച്ചിൽ നമ്മൾ ഫൈനൽ റൗണ്ട് ആട്ടോ, നമ്മൾ ബുയി അടിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് 2 എനിമിനെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് കില്ലറൊക്കെ ആവാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, MVP ഒക്കെ ആയിട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷേ അതിക്കും മേലെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഒരു റൗണ്ടിൽ. ഓക്കെ, കഴിഞ്ഞ റൗണ്ടിലാണ് കൂടുതൽ കില്ല് അവൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് MVP ആയത് കേട്ടോ. 11 കില്ലേറ്റ് അടിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് 5 കില്ലുകൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 5-6 കില്ലേറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞല്ലോ 5 കില്ല് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ബുയി അടിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. ബുയി അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5 കില്ല് കുറഞ്ഞത് അടിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ കോംപ്രമൈസിൽ 5 കില്ല് എന്തായാലും അടിക്കാൻ നോക്കുക. ഓക്കെ, റാൻഡം പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കാരൻ നല്ലത്. നമ്മൾ ടീമേറ്റിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കില്ല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ട്. ബാക്ക് അടിച്ച് വന്ന സ്പോട്ടിൽ തന്നെ ഡ്രോപ്പ് വന്നിട്ട് സെക്കൻഡ് നോക്കുക. ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റിൽ തന്നെ എല്ലാവരും നോക്കുന്ന കാര്യം അതിൻ്റെ എമൗണ്ട് ആവും, എത്ര രൂപേൻ്റെ ഡ്രോപ്പാണ് വന്നത് കാര്യം ഫസ്റ്റ് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വന്നിട്ടുള്ള 29 രൂപേൻ്റെ ഡ്രോപ്പാണ്. അപ്പം നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോപ്പ് എന്തായാലും വരും. ഞാനിവിടെ പറഞ്ഞ ട്രിക്ക് വെച്ച് നിങ്ങൾ പ്ലേ ചെയ്യണേ എന്തായാലും ഡ്രോപ്പ് നമുക്ക് വരും. പക്ഷെ നമുക്ക് എത്ര രൂപേൻ്റെ ഡ്രോപ്പാണെന്നുള്ള വരല് നമ്മളെ ലക്കാട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു പക്ഷേ ലക്ക് ഉണ്ടെങ്കിൽ 9 രൂപേൻ്റെ ഡ്രോപ്പ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുതന്നെ അത് നമുക്ക് ലെവല് കുറവുള്ള അക്കൗണ്ടിലൊക്കെ മെയിനായിട്ട് വരട്ടെ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് എല്ലാ ഓൾഡ് ടൈമിൽ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2018-19 ടൈമിലൊക്കെയാണ് 1-2 വട്ടമൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ടേ എല്ലാം ഫുള്ള് ഈ 30ൻ്റെ ഒക്കെ ഡ്രോപ്പാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലക്കാട്ടോ. അപ്പോൾ അതിൽ ഡ്രോപ്പ് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഉണ്ട്, എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വർക്ക് ഫുൾ ആയ ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ അതിന് ഡ്രോപ്പ് വരുന്നില്ലല്ലോ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെയും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് ട്രിക്ക് വർക്കായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ പ്ലേ ചെയ്താലൊന്നും ഡ്രോപ്പ് വരുന്നതല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.